CPI നേതാവ് ശ്രീ കെ ഇ ഇസ്മായിൽ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ ഇ ഇസ്മായിൽ, ഈ CPI ഇത്ര ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടും മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ചിട്ടും CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി തന്നെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടും ഇപ്പോൾ സംസ്ഥാന കൗൺസിലിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുമൊക്കെ ഏകപക്ഷീയമായി ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും കടന്നിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച നടപടിയെ കാണുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു നിലപാടിലേക്ക് കടന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വവും സഖാവ് മന്ത്രി രാജനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. കാരണം ഇത് നടപ്പിലാക്കുന്നതിലൂടെ ഫലത്തിൽ BJPയുടെ RSSന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും. അതുകൂടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഫണ്ട് അവര് നമുക്ക് അനുവദിച്ചു തരുള്ളൂ. അവരുടെ കക്ഷത്ത് തലവെച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോകരുത് എന്നതുകൊണ്ടാണ് വളരെ ശക്തിയായിട്ട് അത്തരമൊരു നിലപാടിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം എന്ന് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ വക്താവ് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ് അതിന്റെ എനിക്കറിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ CPI ഇത്രയും ശക്തമായ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അത് ഗൗനിച്ചില്ല എന്നല്ലേ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. LDF ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അതല്ല എന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ബേബി പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു നിലപാട് വന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ നാളെ വരുന്ന അവരുടെ പാർട്ടി അതോറിറ്റി വ്യക്തമാക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന വാർത്തയാണ് ശ്രീ കെ ഇസ്മായിൽ ഞങ്ങൾ പുറത്തുവിടുന്നത്. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചാൽ ഗവൺമെന്റ് തീരുമാനിക്കണമെങ്കിൽ ഗവൺമെന്റ് ക്യാബിനറ്റ് വലിയ തീരുമാനിക്കാതെ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇതുപോലെ അല്ല, ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ ആ പദ്ധതിയുടെ ഭാഗമായില്ല. ഈ സെക്രട്ടറി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ അല്ല, ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ ആ പദ്ധതിയുടെ ഭാഗമായല്ലോ. പിന്നെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ടൊന്നും തീരുമാനമാവുന്നില്ല. തീരുമാനമാണെങ്കിൽ പിന്നെ ഒരുപാട് കടമ്പകൾ എടുക്കാറുണ്ട്. ഏതായാലും ഞങ്ങളെ കണ്ടപ്പെട്ടൊന്നുമില്ല. LDFലും പാർട്ടിയും ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ തീരുമാനം വരാൻ പോകുന്നില്ല. അല്ല, 1500 കോടി രൂപ ഉടൻ കേരളത്തിന് കിട്ടും എന്നതാണ്. 1500 കോടിയല്ല, ഇതുപോലെ എത്ര കോടികൾ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിലപാട് മാറ്റി കഴിഞ്ഞാൽ ഒരു നിലപാടിന്റെ പ്രശ്നമല്ലേ? മനസ്സിലായി. ഇപ്പോ വയനാട് ദുരന്തത്തിൽ നമുക്ക് എത്ര 1000 കോടി കിട്ടേണ്ടതാ? ഒന്നില്ലല്ലോ. ഇതിലൊരു മന്ത്രിയുടെ ചോദ്യം വന്നത് ആരോഗ്യം, കൃഷി തുടങ്ങിയ മറ്റു വകുപ്പുകൾക്ക് സമാനമായ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് നമ്മൾ വാങ്ങുന്നില്ലേ എന്നായിരുന്നു. അത് ആരോഗ്യത്തിലും കൃഷിയിലും ഈ ഇന്ത്യ രാജ്യത്ത് BJP നടപ്പിലാക്കുന്ന അതേ നിലപാടുകൾ യോഗി നടപ്പിലാക്കണം എന്ന നിബന്ധനകളില്ലല്ലോ. വിദ്യാഭ്യാസത്തിലാണ് അവരത് അടിസ്ഥാനപരമായി കൊണ്ടുവരാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ അവരുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് നയങ്ങൾ നടപ്പിലാക്കേണ്ടി വരും എന്നാണ് ഈ ഫണ്ട് വാങ്ങിച്ചാൽ. അതുകൊണ്ട് അതിൽ വെച്ച് അതിന് 100 വട്ടം ആലോചിച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാനിടയായതാണ്. ഏതായാലും ഇതൊരു അന്തിമമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലേ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തുള്ളൂ. അതെ, ഇതിൽ ഗവൺമെന്റ് അവരുടേതായ ഒരു ന്യായം ഉന്നയിച്ചുകൊണ്ട് ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് CPI പോകുമോ? എന്നാൽ മുഖ്യമന്ത്രിയൊക്കെ ഒരു നിലപാട് പറയണ്ടേ? ചീഫ് സെക്രട്ടറി ഒരു തീരുമാനം എടുത്തുള്ളത് കൊണ്ട് മാത്രം ഗവൺമെന്റിന്റെ തീരുമാനമായിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ആളെ വിറ്റു എന്ന് പറയുമ്പോഴേ കേരളത്തിൽ പോകേണ്ട കാര്യമില്ല. ശരി, ഇതൊരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നായി മാറും അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമോ താങ്കൾ? മുന്നണിക്കൊന്നും ദോഷം വരില്ല. മുന്നണിയിലൊന്നും ദോഷം വരാതെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും. ശരി, വളരെയധികം നന്ദി. ശ്രീ കെ ഇസ്മായിലാണ് നമ്മളോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.